വെൽക്കം ടു ഫ്ലൈയിങ് ബേർഡ്സ്. ഇന്ന് ഇൻഡോർ പ്ലാന്റുകൾ പ്ലാന്റ് ചെയ്യണ വിധമാണ് ഞാൻ കാണിക്കുന്നത്. അത് എൻ്റെ അനിയത്തിക്ക് കുറച്ച് പ്ലാന്റുകൾ ആവശ്യമുണ്ട്. അവൾക്ക് ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ അകത്ത് വെക്കാൻ കുറച്ച് ചെടി വേണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ടാണ് ചെയ്യണേ കേട്ടോ. അതെങ്ങനെയാണ് കാണിക്കണേന്നാണ് കാണിക്കാൻ പോണത്. നമ്മുടെ വെള്ളത്തിലിടാനായിട്ടുള്ള കുറച്ച് ചെടിയും കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ മോൺസ്റ്റർ പ്ലാന്റിൻ്റെ ഈ ലീഫ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസം ഇരുന്നോളും വെള്ളത്തിൽ കേട്ടോ. ഇത് നല്ല എലഗൻസി ആയിട്ട് ആ റൂമിൻ്റെ രീതി എൻ്റെ മാറിപ്പോവും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ ഒരു നല്ല ലീഫ് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. കണ്ട നല്ല അടിപൊളി. ഒരെണ്ണോടി എടുക്കാം. ലീഫ് എടുത്തിട്ട് ഇത് മതി. മതി. ഇത് സ്പൈഡർ പ്ലാന്റ് ആണെന്നറിയാലോ. ഇതിൻ്റെ എല്ലാ തുമ്പത്തും ഇങ്ങനെ നിറയെ ചെറിയ ബേബി പ്ലാന്റുകൾ ഉണ്ടാവും. ഇതാണ് കട്ടിങ്ങിനായിട്ട് എടുക്കണതേ. കണ്ട ഇത് ഇവിടെ ഒരു തൈ ഉണ്ട് ഇതിൻ്റെ. അപ്പം ഇത് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. ഈ മണി പ്ലാന്റിൻ്റെ മാർബിളാണ് ഇതിൻ്റെ ഡിസൈൻ. ഇത് കട്ടിങ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മോൺസ്റ്ററ ഇങ്ങനത്തെ പ്ലാന്റ് ഇല്ലേ, ഇതിൻ്റെ ഒരു കട്ടിങ് എടുക്കുന്നുണ്ട്. ഈ ജെയ്ഡ് പ്ലാന്റിൻ്റെ കട്ടിങ് എടുത്തിട്ടുണ്ട്. പെപ്പറോമിയ പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ കട്ടിങ്സും എടുക്കാം. പിന്നെ നമുക്കിത് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം അല്ലേ. ഇതും വെള്ളത്തിലിട്ട് വയ്ക്കാം. മണി പ്ലാന്റിൻ്റെ തന്നെ ഡാർക്ക്. ഈ ലക്കി ബാമ്പുവിൻ്റെ 2-3 പീസും കൂടി എടുക്കാം. കുറേ ദിവസം വെള്ളത്തിലിരുന്നോളും. ഇതൊക്കെ കുറേ ദിവസം നമുക്ക് വെള്ളത്തിൽ നിർത്താൻ പറ്റും ഈ പ്ലാന്റിനൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ലീഫ് നല്ല ഭംഗിയിൽ നിർത്താം. ഇതിലേക്കായിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ ചട്ടികളാണ് എടുത്തേക്കണത്. അതുപോലെ തന്നെ ഇതിൽ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പോട്ടിംഗ് മിക്സ് ഒന്നും തയ്യാറാക്കണില്ല. കാരണം ഇൻഡോർ പ്ലാന്റ് അല്ലേ, വലിയ കാര്യമായിട്ട് വളരുന്ന ചെടികളല്ല വെക്കണത്. വളരെ സിമ്പിളായിട്ടുള്ള മണി പ്ലാന്റും ഒക്കെയാണ് വെക്കണേ. പോട്ടിംഗ് മിക്സ് ആയിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നേക്കണത് നമ്മുടെ ചാണകപ്പൊടി ഇല്ലേ, ഉണക്ക ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ മേൽമണ്ണും. അതായത് നല്ല കളി കൂടിയ മണ്ണല്ല, കുറച്ച് തരികളോട് കൂടിയ മണ്ണില്ല, നമ്മൾ ഈ തോട്ടിൽ നിന്നൊക്കെ വാരിയെടുക്കണ പോലത്തെ മണ്ണ് തരി. അപ്പോൾ വെള്ളം ഇങ്ങനെ വാർന്ന് പോയിക്കോളും. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ഇത് വല്ലപ്പോഴല്ലേ നമ്മൾ നനയ്ക്കണുള്ളൂ. അപ്പം ആ സിമ്പിളായിട്ടുള്ള ഈ 2 കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം അതും പിന്നെ കുറച്ച് നമ്മുടെ ബേബി മെറ്റൽ, അത് ഇതിൻ്റെ അടിയിലേക്ക് ഇടാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് കട്ടിങ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ കട്ടിങ്സുകളൊക്കെ. അപ്പം ഇതെങ്ങനെയാണ് നടണേന്നാണ് കാണിക്കണേ. ആദ്യം തന്നെ ഞാൻ എൻ്റെ എല്ലാ ഈ പോട്ടിലേക്കും കുറച്ച് ബേബി മെറ്റൽ ഇടണുണ്ട്. അങ്ങനെ ഇടണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അടിയിൽ മണ്ണ് വന്ന് തടഞ്ഞ് വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടണത്. അപ്പോൾ എല്ലാത്തിലേക്കും കുറേശ്ശെ ഇടാം. ഈ ഹോളുകളൊക്കെ ഇങ്ങനെ കവർ ചെയ്യാൻ മാതിരി നമ്മുടെ പോട്ടിൻ്റെ ഹോളുകൾ ഉണ്ടല്ലോ, ഈ ഹോളുകൾ കവർ ചെയ്യാൻ മാതിരി കുറച്ച് മെറ്റലിടാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ കാര്യമാണിത്. കൈമ അങ്ങനെ മണ്ണാക്കും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനത്തെ കുറേ ആയുധങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ഇത് നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് ആണിത്. ഇതിൻ്റെ കട്ടിങ്സ് അങ്ങനെ 2-3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് പിടിക്കണ ഒരു ചെടിയാണ്. ഇതിൻ്റെ മണ്ണിലേക്ക് പോണ ഭാഗത്തെ ലീഫ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് കുത്തി കൊടുക്കണേ. വെറുതെ ഇതിങ്ങനെ കുത്തി കൊടുക്കണുള്ളൂ.
അത് ഇത്തിരി നല്ല എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്യണ മാതിരി നിൽക്കണ രീതിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ നടൽ കഴിഞ്ഞു. ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഈ മണ്ണ് ഇങ്ങോട്ട് താഴേക്ക് അടിഞ്ഞോളും. ഇനി അടുത്തതായിട്ട് നടണത് ഇങ്ങനത്തെ മോൺസ്റ്ററ പ്ലാന്റ് ഇല്ലേ, അതാണ്. അത് ഇതുപോലെ തന്നെ കുത്തി കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് മുകളിൽ ഇടാം. ഇനി മണി പ്ലാന്റിൻ്റെ ഈ ഓരോ ഇതിക്കോടെയും വേരുകൾ വന്നിട്ടുണ്ടാവും, കണ്ട ഈ നോഡുകൾ കണ്ട. അപ്പം ഇതിൻ്റെ ഓരോ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നിറച്ച് വേണമെങ്കിൽ കുത്തി കൊടുക്കാം, അല്ലാണ്ടും കുത്താട്ടാ. അപ്പം ഞാനിങ്ങനെ രണ്ടെണ്ണമൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് എടുക്കണം. എന്നിട്ട് ഇത് നിറച്ചും കുത്തി കൊടുക്കുകയാണ്. അപ്പം ഈ വേരിൻ്റെ ഈ ഭാഗം മണ്ണിലേക്ക് മുട്ടണം, എന്നാലേ അതവിടെ പിടിക്കുള്ളൂ. ഇത് വെള്ളത്തിൽ ഇറക്കി വെച്ച് വേണമെങ്കിൽ വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നടാട്ടാ. ഞാൻ ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം ഇങ്ങനെ ചെയ്യണേ. ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്. ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നടാൻ പറ്റണ പ്ലാന്റുകളാണ് കേട്ടോ. ഇതിനൊക്കെ ഇവിടെ നിറച്ച് വേരുണ്ട്. അപ്പം അത് വെറുതെ ഒന്ന് ഇറക്കി വെച്ചാൽ മതി, മണ്ണിലൊന്ന് മുട്ടി നിന്നാൽ മതി, നല്ലോണം ഉണ്ടാവും. ഒട്ടും കെയർ വേണ്ടാത്ത ചെടികളാണ് എല്ലാം. ഇത് പിങ്ക് സിങ്കോണിയാണ്. പിങ്ക് ഇതെൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നതാണ്, അത് ഞാൻ പറിച്ചതിലേക്ക് നടണം. ഇനി ഇതുപോലെ എടുത്തേക്കണതാണ്. ഇത് ഗോൾഡൻ പോത്തോസ് അഥവാ നിയോൺ പോത്തോസുകൾ. മണി പ്ലാന്റ് തന്നെ ഒരു മഞ്ഞ കളറിലില്ലേ, അത് ഇതുപോലെ തന്നെ കുത്തി കൊടുക്കാം. ഇതാണ് പെപ്പറോമിയ പ്ലാന്റ്. ഇതും ഈസി ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇതും നട്ടു കൊടുക്കാം കേട്ടോ. ഇതുപോലത്തെ ഗ്ലാസ് ജാറ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു 100-120 രൂപ ഉണ്ടാവുള്ളൂ ഇതിന് വില. അതിലേക്ക് വെള്ളം നിറച്ചിട്ടാണ് ഞാൻ ഈ ലീഫ് ഇടുന്നത്. കണ്ട അടിപൊളിയായില്ലേ ഇപ്പം. ഇനി അത് വീടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ല സ്റ്റൈലായിരിക്കും. ഒറ്റ പീസ് ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി വേറൊരു ഇതിൽ വേറെയും വയ്ക്കാം. ഇത് നമ്മുടെ ലക്കി ബാമ്പു. ഇതുപോലെ വെള്ളത്തിലിട്ടേക്കാം. ഇത് ഇപ്പോൾ മണി പ്ലാന്റ് തന്നെ വെരിഗേറ്റഡ് ആണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചാക്കിയിട്ടാണ് ഞാൻ നടന്നത്. അപ്പം നമ്മുടെ ചെടികളൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലോണം വെള്ളം ഒഴിക്കുക. അപ്പം അതിൻ്റെ ഇലയമയുള്ള ചെടികളൊക്കെ പോവുകയും ചെയ്യും. മണ്ണ് പുറത്ത് നിൽക്കണതൊക്കെ ഒന്ന് പോയി ലെവലായിക്കോളും. കൂടുതലായിട്ട് വീണ മണ്ണൊക്കെ പോയിക്കോളും കേട്ടോ. ചെളി കളയണം. സനഡുവിൻ്റെ ലീഫും കൂടി ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ സ്റ്റൈലായില്ലോ, നന്നായില്ലേ ഇപ്പോൾ അത്. പിന്നെ ലക്കി ബാബുവിൻ്റെ കൂടെയും ഇതും വയ്ക്കാം.
ലക്കി ബാമ്പു ഇവിടെ ഗ്ലാസ് ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. ഇനി അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ബാക്കി എവിടെയൊക്കെ വെക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ.